ധനമന്ത്രി കെ.എൻ. ബാലഗോപാലാണ് നമുക്കിപ്പം ഇന്ന് അതിഥിയായി ചേരുന്നത്. നമസ്കാരം മിനിസ്റ്റർ, സ്വാഗതം മാതൃഭൂമി ന്യൂസിലേക്ക്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രഖ്യാപനങ്ങൾ, അത് വാരിക്കോരിയുള്ള പ്രഖ്യാപനങ്ങളാണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇതൊരു രാഷ്ട്രീയ തന്ത്രമായി കാണുന്നവരുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഇതിനുള്ള പണം കണ്ടെത്തുന്നത് എങ്ങനെ എന്നതാണ്. ഈ പ്രഖ്യാപനങ്ങൾ സാധാരണ എല്ലാ ജനങ്ങൾക്കും വീടുകളിലേക്ക് എത്താനാണ്. അതിനകത്ത് പ്രധാനമാണ് 400 രൂപയാണ് പെൻഷൻ വർദ്ധിപ്പിച്ചത്. 25% വർധന വന്നു, 2000 രൂപയായി. അത് വലിയൊരു തുക വേണ്ടി വരും. പക്ഷേ അത്രയും വീടുകളിൽ അതിൻ്റെ ആശ്വാസം ചെല്ലും. നമുക്കിപ്പോൾ ഓണക്കാലത്ത് വളരെ ആഘോഷവും സന്തോഷമായിരുന്നു. എന്തുകൊണ്ടാണ്? സാധാരണക്കാരുടെ കയ്യിലെല്ലാം പണം എത്തിയതുകൊണ്ടാണ്. കടകളിലൊക്കെ നമ്മുടെ സർക്കാരിൻ്റെ സിവിൽ സപ്ലൈസ് മാത്രമല്ല, എല്ലാ സ്ഥലത്തും കൺസ്യൂമർ ഫുഡ് മാത്രമല്ല, എല്ലാ സ്ഥലത്തും സാധനങ്ങൾ എത്തിയതുകൊണ്ടാണ്. അപ്പോൾ ആളുകൾക്ക് ഈ ജീവിതം മെച്ചപ്പെടുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഒരു ഉത്തരവാദിത്വമാണ്. അതുപോലെ വീട്ടമ്മമാരുടെ ഒരു ആനുകൂല്യം ഞങ്ങൾ നേരത്തെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. മറ്റു കാര്യങ്ങൾ, സ്കീം വർക്കേഴ്സിൻ്റെ അലവൻസ് വർധന, ഇതെല്ലാം വാരിക്കോരിയല്ല, എന്നാൽ ആവശ്യത്തിന് അവർക്ക് കൊടുക്കേണ്ടതായതുകൊണ്ട് കൊടുക്കുന്നു എന്നേ ഉള്ളൂ. അത് ചെയ്യാൻ പറ്റുമെന്നുള്ള വിശ്വാസമുള്ളതുകൊണ്ടാണ്. ഇതിപ്പോൾ ഒരു 2 മാസമെങ്കിലും എടുത്ത്, 2 മാസത്തിന് മുമ്പേ തന്നെ ആലോചിച്ചിരുന്നു, 2 മാസമെങ്കിലും എടുത്ത് ഇതിൻ്റെ വിവിധ കാര്യങ്ങളെപ്പറ്റിയുള്ള ഹോംവർക്ക് നടത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ധനകാര്യ വകുപ്പ്, ധനകാര്യമന്ത്രി, അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ ആലോചിച്ചിട്ട് തന്നെയാണ്. അത് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. കാരണം പ്രഖ്യാപിച്ചിട്ട് പോകുന്ന പതിവില്ല. ഞങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തോടടുപ്പിച്ച് ബഡ്ജറ്റ് ജനുവരി ഫെബ്രുവരിയിൽ പറയുകയാണെങ്കിൽ അന്നേരം പറയുന്നത് ഇതൊരു ഗിമ്മിക്കാണ്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏപ്രിൽ മാസം തൊട്ടാണല്ലോ നടപ്പിലാക്കുന്നത്, 1 മാസത്തേക്ക് നടപ്പിലാക്കിയാൽ മതി, അതുകൊണ്ട് ഇവർ പറഞ്ഞിട്ട് പോവുക. ഞങ്ങൾ അങ്ങനെ പറയാനല്ല ഉദ്ദേശം. ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് കാണിക്കാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ ജനങ്ങളോടുള്ള കമ്മിറ്റ്മെൻറ്റ് ഞങ്ങൾ നടത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, ഇത്രയും ഏറ്റവും കുറഞ്ഞത് ഇത്രയും സമയം തന്നെ ഇപ്പോൾ ഇനിയുണ്ട്. 6 മാസം. 6 മാസം ഒരു ചെറിയ കാര്യങ്ങളല്ല, 1 വർഷത്തിൻ്റെ പകുതി സമയം ഇനിയുണ്ട്. അത് ചെയ്ത് കാണിക്കുന്ന ജനങ്ങൾക്ക് വിശ്വാസം വരും. ഇവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യും. ഞങ്ങൾ ഏത് കാര്യമായി നോക്കിയോ, ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരും ചെയ്യാൻ പറ്റുന്ന കാര്യം മാത്രം പറയുന്നവരുമാണ് എന്നൊരു അഡ്രസ്സ് ഇടതുപക്ഷത്തെ പറ്റിയുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുറേ കൊട്ടിഘോഷിച്ച് പറയാറില്ല. ഇപ്പോൾ എന്നെപ്പറ്റി തന്നെ വിമർശനം എല്ലാ കാര്യവും പറയാറില്ല, ഒതുക്കി വെച്ചേ പറയാറുള്ളൂ, മിതഭാഷിയാണ്. അത് ശരിയാണ്. കാരണം പറയാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല. അത് വർക്ക് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് നോക്കിയിട്ടാണ് അങ്ങനെ പറയുന്ന രീതി തന്നെയാണ് ഇവിടെയും. അതുതന്നെയാണ് ഇന്നലെ മുഖ്യമന്ത്രി ക്യാബിനറ്റ് കഴിഞ്ഞ് നടത്തിയിട്ടുള്ള ആ പ്രസ്താവന നടത്താൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്ന് നോക്കി വർക്ക് ചെയ്തിട്ടാണ്. അതിനകത്ത് നല്ല ആത്മവിശ്വാസമുണ്ട്. ധനകാര്യ വകുപ്പ് ഇങ്ങനെ ചെയ്യും എന്ന് ക്യാബിനറ്റിനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും എല്ലാം നല്ല വിശ്വാസമുണ്ട്. ധനകാര്യ വകുപ്പ് കാര്യങ്ങൾ ചെയ്തു പോകും, ഇത് മാനേജ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അതിനകത്ത് ഒബ്ജക്ഷൻ പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടായിരിക്കുമല്ലോ, കാഴ്ചപ്പാട് വെച്ചിട്ടായിരിക്കും. അല്ലാതെ വെറുതെ പ്രഖ്യാപനം നടത്തില്ല. നടത്താൻ പറ്റുന്ന കാര്യങ്ങളാണ് ജനങ്ങളുടെ ജീവിതം ഒന്നുകൂടി മെച്ചപ്പെടാൻ സഹായകരമായിരിക്കും. മറ്റേ ഓണറേറിയം വർധനവിന്റെ കാര്യത്തിൽ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് സാമ്പത്തിക പ്രതിസന്ധി ഒരു കാരണമായിരുന്നു. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരമായി എന്താണ് മുന്നിൽ കാണുന്നത് എന്ന ചോദ്യം നിലനിൽക്കുകയാണ്. അല്ല, സാമ്പത്തിക പ്രതിസന്ധി എന്നല്ല ഞാൻ പറഞ്ഞിട്ടുള്ള വാക്കുകൾ ആദ്യം തൊട്ട് ഞാൻ പറയാം. സാമ്പത്തിക പ്രതിസന്ധി എന്നേക്കാളും കൂടുതൽ ഞാൻ പറഞ്ഞത് സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. എപ്പോഴും ഞാൻ നിയമസഭയിലും പറഞ്ഞിട്ടുണ്ട്, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്, ഇടിച്ചു നിൽക്കുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് ഞാൻ നിയമസഭയിൽ പറഞ്ഞത്. പ്രതിസന്ധി എന്നുള്ള വാക്കല്ല പൊതുവെ ഉപയോഗിച്ചത്. പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഒരു ആകെ കുഴഞ്ഞ് ഇനി മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്കൊന്നും എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല. എവിടെയാണ് സാമ്പത്തിക ചെലവ് കുറച്ചത്? ഞാൻ പറഞ്ഞതിനകത്ത് 2 കാര്യങ്ങളാണ് ഉള്ളത്. 2-3 കാര്യങ്ങളിൽ. ഒന്ന്, നമുക്ക് കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടാനുള്ള എലിജിബിളായിട്ടുള്ള പണം കിട്ടുന്നില്ല. എന്നാൽ സംസ്ഥാന ഗവൺമെൻറ് ചെലവുകൾ ചുരുക്കിയിട്ട് പുറകോട്ട് പോകാനല്ല ശ്രമിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. സംസ്ഥാനത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് പറഞ്ഞു. ഈ കാര്യങ്ങളെല്ലാം പറയേണ്ടതല്ലേ? ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ വരുമാനം ഏറ്റവും കൂടുതൽ നമ്മുടെ സംസ്ഥാനത്ത് പണം ചെലവഴിച്ചിട്ടുള്ളത് ഞങ്ങളുടെ തൊട്ട് മുമ്പുള്ള 1-ാം പിണറായി സർക്കാരാണ്. അന്ന് 1,15,000 കോടിയാണ് ശരാശരി ഒരു വർഷം ചിലവാക്കിയത്. ഞങ്ങൾ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞെങ്കിലും 1,75,000 കോടിയാണ് ഒരു വർഷം ചിലവാക്കിയത്. അത്രയും വർധന വരുത്തി ചിലവിനകത്ത്. പക്ഷേ ഞങ്ങൾ കിട്ടിക്കൊണ്ടിരുന്ന വരുമാനത്തിൽ ഒരു വർഷം 57,000 കോടിയുടെ കുറവാണ് കേന്ദ്ര ഗവൺമെൻറ് നയം കാരണം വന്നത്. പിന്നെ ഇതെങ്ങനെ മാനേജ് ചെയ്തു? നമ്മുടെ ടാക്സ് കൂട്ടാനൊന്നും പറ്റില്ല. GST ഉൾപ്പെടെ എല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണല്ലോ ഇപ്പോൾ. ഞങ്ങൾ ഉള്ള നികുതി കൃത്യമായി കളക്ട് ചെയ്തെടുക്കാനും 47,000 കോടി ഉണ്ടായിരുന്ന 47,000, 7,000, 54,000 കോടി ടാക്സും നോൺ ടാക്സും കൂടെ ഉണ്ടായിരുന്നത് ഞങ്ങൾ 90,000, 95,000 കോടിയിലേക്ക് എത്തിച്ചതിനകം. അത് വലിയൊരു അധ്വാനമാണ്. ആ അധ്വാനം ജനങ്ങളുടെ നിന്നൊന്നും പിരിക്കാനും പറ്റില്ല. അധികം ഒന്നും ടാക്സ് മേടിച്ചിട്ടില്ല.
ബോറോയിങ് എടുക്കാൻ നേരത്തെ ഉണ്ടായിരുന്ന അവകാശം അനുസരിച്ചാണെങ്കിൽ ഈ വർഷം അവസാനമാകുമ്പോൾ 6 ലക്ഷം കോടി കടമെടുക്കേണ്ടതാണ്. പഴയ കണക്കനുസരിച്ച് 25-30 വർഷത്തെ കണക്ക് നോക്കുമ്പോൾ. പക്ഷേ 4,70,000 കോടി എടുക്കാനേ കേന്ദ്ര സർക്കാർ സമ്മതിച്ചിട്ടുള്ളൂ. അപ്പോൾ 1,4 ലക്ഷം കോടി രൂപ എന്ന് പറഞ്ഞാൽ പ്രതിവർഷം 25,000 കോടി രൂപ അത് മാത്രം കുറഞ്ഞു. വരുമാനത്തിൽ മറ്റ് 25,000 കോടിയിലധികം കുറഞ്ഞു. ഇത്രയും കുറഞ്ഞിട്ടും ഞങ്ങളിതെങ്ങനെ പിടിച്ചു നിന്ന് പോയത്? കൃത്യമായിട്ട് ഇത് പ്ലാൻ ചെയ്തിട്ടാണ്. വാസ്തവത്തിൽ ഞാൻ എപ്പോഴും തുറന്നു പറയാറുണ്ട്, 30,000 കോടി രൂപയ്ക്ക് അപ്പുറം ഒരു ബാധ്യത ഈ ഗവൺമെൻറ്റില്ല. ഇതെല്ലാം പറയുന്നത് കണക്ക് വെച്ചിട്ടാണ്, അല്ലാതെ രാഷ്ട്രീയ പ്രസംഗമല്ല. ഞാൻ എപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ കണക്ക് വെച്ചേ പറയാറുള്ളൂ. കണക്ക് വെച്ചും അക്കൗണ്ട് വെച്ചും അക്കൗണ്ടൻറ്റ് ജനറലിൻ്റെ കണക്ക് വെച്ചുമാണ് പറയുന്നത്. കേരളത്തിൻ്റെ കടവർദ്ധനവ് കുറഞ്ഞുവെന്ന് അക്കൗണ്ടൻറ്റ് ജനറൽ അല്ലേ ഇപ്പോൾ പറഞ്ഞത് കഴിഞ്ഞ റിപ്പോർട്ടിൽ. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്ത് പോകുന്നു. സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾക്ക്. ഈ കേരളത്തിൽ ആകെ വരുന്ന റവന്യൂ വരുമാനത്തിൻ്റെ 25% മാത്രമേ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ടാക്സിൽ കിട്ടുന്നുള്ളൂ. 75% സംസ്ഥാനമാണ് സ്വന്തമായി കണ്ടെത്തുന്നത്. എന്നാൽ ഇന്ത്യ രാജ്യത്ത് ശരാശരി സംസ്ഥാനങ്ങൾ കൊടുക്കുന്നത് 53% കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ടാക്സ് വിഹിതത്തിൽ തരേണ്ടതാണ്. കേരളത്തിന് മാത്രം 25%. ചില സംസ്ഥാനങ്ങൾക്ക് 70% വരെ കിട്ടുന്നുണ്ട്. എന്തുകൊണ്ടാണ് കേരളത്തിനോട് ഈ 2 തരത്തിലേക്കുള്ള പെരുമാറ്റം? ഇത് പറയേണ്ട ഉത്തരവാദിത്തമുണ്ട്. അതുകൂടെ കിട്ടിയാൽ എത്ര രൂപ അധികം കിട്ടുമെന്ന് ആലോചിച്ച്. അതുകൂടെ കിട്ടിക്കഴിഞ്ഞാൽ കേരളത്തിന് ഒരു വർഷം 10,000-40,000 കോടി രൂപ ടാക്സിൻ്റെ എലിജിബിലിറ്റി മാത്രം കിട്ടും. അത് കിട്ടുന്നില്ല എന്ന് പറയേണ്ടത് ഞാൻ തന്നെയാണെന്ന് ഞാൻ കരുതുന്നു. കാരണം ഒന്നാമത്തെ ഉത്തരവാദിത്വം എനിക്കാണ്, ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്ന നിലയിൽ. ഇതാണ് പറയുന്നത്. 2,500 ആക്കി ഉയർത്തുമെന്നായിരുന്നു വാഗ്ദാനം നൽകിയിരുന്നത്. പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുകയും ചെയ്യാൻ കഴിയുകയും ചെയ്യുമ്പോൾ അതെ ഞാൻ പറയാം. അത് ഒരു കുറ്റം കണ്ടുപിടിച്ചൊരു ചോദ്യം ചോദിക്കുന്ന പോലെ എനിക്ക് തോന്നിയുള്ളൂ. കാരണം LDF പ്രകടന പത്രിക തയ്യാറാക്കുന്ന സമയത്ത് കേരളത്തിന് കിട്ടിക്കൊണ്ടിരുന്ന കേന്ദ്രത്തിൻ്റെ ഭാഗത്തുള്ള ഡിവിസീവ് പൂളിൽ വന്ന വെട്ടിക്കുറവ് വലിയ തോതില്ല. ഒരു വർഷം ഏകദേശം ഡിവിസീവ് പൂളി മാത്രം ആ തൊട്ടു മുമ്പത്തെ വർഷത്തെക്കാളും ഐസക് മന്ത്രിയായിരുന്ന ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്തെക്കാളും ഡിവിസീവ് പൂൾ എന്ന് പറഞ്ഞാൽ ടാക്സിൻ്റെ അവർ തരുന്ന വിഹിതത്തിൽ മാത്രം ആ വർഷം മാത്രം 10,000 കോടി കുറച്ചു. ഓരോ വർഷവും നമ്മുടെ ബോറോയിങ്ങിനകത്ത് കുറച്ചു. ഞാൻ ചുമതല ഏറ്റെടുക്കുന്ന വർഷം കിട്ടിയത് 31,000 കോടിയാണ് കേന്ദ്ര ഗവൺമെൻറ് ഗ്രാൻഡ്. ഈ വർഷം എത്ര കിട്ടുന്ന അറിയോ? 7,000 കോടി. ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് ഇതെല്ലാം വെച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ 18 മാസക്കാലം 600 രൂപ വെച്ച് പെൻഷൻ കൊടുക്കാതിരിക്കുന്ന ആളുകളാണ് ഇവിടെ വലിയ സമരം ഉണ്ടാക്കി. 5 മാസത്തിന് കുടിശ്ശിക അടക്കി വന്നിരുന്നു. ആ സമയത്ത് പാവപ്പെട്ട നമ്മുടെ 2 സാധാരണപ്പെട്ട പ്രായമായ സ്ത്രീകൾ ഉൾപ്പെടെ ഇറക്കി സമരം ചെയ്ത് UDF നേതാക്കന്മാർ നടത്തിയ നാടകമുണ്ടല്ലോ. ആ നാടകമൊക്കെ ഈ കാര്യങ്ങൾ കണക്കാക്കാത്ത ഈ കോവിഡ് വന്നതും ഈ പ്രതിസന്ധി വന്നതും പണം ഇത്രയും വെട്ടിക്കുറയ്ക്കുകയൊക്കെ ചെയ്ത സാഹചര്യത്തിനകത്ത് തന്നെ നിന്നുകൊണ്ട് ഞങ്ങൾ ഈ കാര്യം ചെയ്യുന്നുണ്ട്. അത് ചെറിയ കാര്യമല്ല. ഇനിയും ജനങ്ങൾക്കൊപ്പം നിൽക്കും. റബ്ബറിൻ്റെ വില കൂട്ടി, തറവില കൂട്ടി, നെല്ലിൻ്റെ തറവില കൂട്ടി. ഇതിനൊക്കെ ഞങ്ങൾക്ക് കൃത്യമായൊരു ഇക്കണോമിക് പ്രിൻസിപ്പിളുണ്ട്. ഇത് കൊട്ടിക്കൊഴിച്ച് പറയുന്നില്ലെന്നേ ഉള്ളൂ. റബ്ബറിൻ്റെ വിലയുള്ളപ്പോൾ കൃഷിക്കാർ കൂടുതൽ റബ്ബർ കൃഷി ചെയ്യും. 10 ലക്ഷം 9 ലക്ഷം കൃഷിക്കാരുണ്ട് കേരളത്തിൽ. പിന്നെ 10 ലക്ഷം ടണ്ണോളം വരെ പ്രൊഡ്യൂസ് ചെയ്തതാണ് കേരളത്തിൽ. അപ്പോൾ ആ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് റബ്ബറിൻ്റെ വില കൂട്ടിക്കൊടുത്തത്. നേരത്തെ കഴിഞ്ഞ സർക്കാരിൻ്റെ ലാസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ ഞാൻ ചുമതല ഏറ്റെടുത്ത വർഷം 20 രൂപ കൂട്ടി. അന്ന് കഴിഞ്ഞ സർക്കാർ പ്രഖ്യാപിച്ച് 20 രൂപ കൂട്ടി, 150 നിന്ന് 170 ആക്കി. പിന്നെ ഒരു 10 രൂപ കൂട്ടി, ഇപ്പോൾ 20 രൂപ കൂട്ടി. 50 രൂപയാണ് ഈ 5 വർഷം കൊണ്ട് ഈ സർക്കാർ റബ്ബർ കൃഷിക്കാർക്ക് കൂട്ടിക്കൊടുത്തത്. ആര് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ? നെല്ലിന് ഞങ്ങൾ ഇൻസെൻറ്റീവ് ബോണസ് അല്ല കൊടുക്കുന്നത്, നെല്ലിനൊരു തറവിലയാണ്. ഇപ്പോൾ ഞങ്ങൾ തറവില 30 രൂപ നിശ്ചയിച്ചു. കാരണം കേന്ദ്രം ഇടയ്ക്ക് ഇൻസെൻറ്റീവ് ബോണസ് തരണം, അല്ലെങ്കിൽ കേന്ദ്രം കൂട്ടിത്തരണം. പക്ഷേ അതുവരെ ഞങ്ങൾ കാത്തിരിക്കാൻ തയ്യാറല്ല. ഓരോ വർഷം അവർ കൂട്ടുന്നതനുസരിച്ചല്ല ഞങ്ങൾ കൂട്ടുന്നത്. ഞങ്ങളിപ്പോൾ 30 രൂപയാക്കി. നിങ്ങൾക്കറിയാമല്ലോ, പാചക തൊഴിലാളിക്ക് 600 രൂപയാണ് അവർ കൊടുക്കുന്നത്. ഞങ്ങൾ കൊടുക്കുന്നതോ 14,000 രൂപയ്ക്ക് അടുത്താണ്. ആശാ വർക്കേഴ്സിന് 1,000 ചില്ലാൻ രൂപയാണ് അവർ കൊടുക്കുന്നത്. ഞങ്ങൾ കൊടുക്കുന്നത് എത്രയാണ്? ഇങ്ങനെ കൊടുക്കുന്ന സാധാരണക്കാരുടെ പണം എത്തണമെന്ന് വെച്ചിട്ട് തന്നെയാണ്. സാധാരണക്കാരുടെ ഈ പണം എത്തിയാലേ അവർക്ക് സുഖമായി ജീവിക്കാൻ പറ്റും. ഈ നാട്ടിൽ പിന്നെ സ്വസ്ഥതയും സമാധാനവും പുരോഗതി ഉണ്ടാവും. അതാണ് കാഴ്ചപ്പാട്. തീർച്ചയായിട്ടും അക്കാര്യത്തിൽ ഒരു വലിയ മാറ്റത്തിന് കാരണം തന്നെയാണ് ഈ പ്രഖ്യാപനം എന്ന കാര്യത്തിൽ സംശയമില്ല. ശ്രീ ബാലഗോപാൽ, ഒരൊറ്റ കാര്യം കൂടി. PM ശ്രീ പദ്ധതിയിൽ നിന്നും താൽക്കാലികമായി പിന്മാറിയിരിക്കുന്ന ഈ സന്ദർഭത്തിൽ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാനുള്ള സാമ്പത്തികത്തിൻ്റെ കാര്യത്തിൽ ഒരു അനിശ്ചിതത്വമുണ്ട്. അത് ലഭിക്കില്ല എന്നത്. അത്തരം കാര്യങ്ങളെ മറികടക്കാൻ എന്താണ് നമ്മൾ ചെയ്യുക? വിദ്യാഭ്യാസ രംഗം മെച്ചപ്പെടുത്താനായി മറ്റ് ബദൽ സംവിധാനങ്ങളിലൂടെ സ്ഥിതി ഇപ്പം പറഞ്ഞല്ലോ. PM ശ്രീ പദ്ധതി ഇപ്പം പറഞ്ഞല്ലോ. PM ശ്രീ പദ്ധതി എന്ന് പറഞ്ഞാൽ PM ശ്രീ എന്ന് പറഞ്ഞാൽ ഒരു പദ്ധതി മാത്രമല്ല, എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഓരോറ്റ പണവും അവർ കഴിഞ്ഞ കുറച്ച് നാളിൽ തരുന്നില്ല. 1,500 കോടിയൊക്കെയാണ് തരാനുള്ളത്. ഈ PM ശ്രീ മാത്രമല്ല, ഇതൊരു സമീപനമാണ്. ഞാൻ പറയുന്നത് കേരളത്തിൻ്റെ അവകാശപ്പെട്ട കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സംയുക്തമായി പ്രവർത്തിച്ചേ പറ്റൂ. LDF UDF വ്യത്യാസമൊന്നുമില്ലതി.
അത് തരുന്നില്ല, ഇപ്പോൾ വീണ്ടും തടഞ്ഞു വെക്കുന്നു. ഇതുപോലെ ധാരാളം കാര്യങ്ങളുണ്ട്. എപ്പോഴും ഈ തടഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ എപ്പോഴും പറയണ്ടല്ലോ. 10,000 കോടിയോളം പല ഇനത്തിൽ ഇതുപോലെ കിട്ടാനുണ്ട്. PMC മാത്രമല്ല, നെല്ലിൻ്റെ ഉണ്ട്, ഹെൽത്തിൻ്റെ ഉണ്ട്, ഹൗസിങ്ങിൻ്റെ ഉണ്ട്. ഇതിന് അവർ പറയുന്നതിനനുസരിച്ച് തന്നെ ഇവിടെ ചെയ്തോണം എന്ന് പറയുന്ന ഒരു തരത്തിൽ എങ്ങനെ പറ്റും? ഇവിടുത്തെ ആവശ്യമനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള ഫ്രീഡം ഓരോ സംസ്ഥാനത്തിനും കൊടുക്കണം. പൊതുവിൽ ഇന്ത്യയുടെ നയത്തിനകത്ത് നിന്നുകൊണ്ട് ഓരോ സംസ്ഥാനത്തിനും അതനുസരിച്ച് ചെയ്യണം. അത് ചെയ്യാത്തതിൻ്റെ പ്രശ്നമുണ്ട്. ആ ബുദ്ധിമുട്ടുകൾ കേന്ദ്രം ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങളത് മറികടക്കാൻ വേണ്ടി പല ശ്രമം നടത്തുകയാണ്. ഡൽഹിയിൽ വലിയ സമരം നടന്നു. മുഖ്യമന്ത്രി, മന്ത്രിമാരും MLA മാരും എല്ലാം പോയിരുന്നു, സമരം നടത്തി. സുപ്രീം കോടതി കേസ് പോയി. ഇതുപോലെ ലീഗലായി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ കേന്ദ്രവുമായി എപ്പോഴും സഹകരിച്ചേ നമുക്കൊരു സംസ്ഥാന ഗവൺമെൻറ് പോകാൻ പറ്റൂ. ഫിസിക്കൽ ഫെഡറലിസത്തിൻ്റെ ഇഷ്യൂ പറയുമ്പോൾ തന്നെ സഹകരിച്ച് പോവുകയും ചെയ്യും. അപ്പോൾ ആ ഫൈറ്റ് തുടരും. അത് തുടരുന്നത് ഇന്ത്യയിൽ ഏറ്റവും ശക്തമായിട്ട് അതിൻ്റെ കേന്ദ്രത്തിൻ്റെ നയങ്ങൾക്കെതിരായിട്ട് ഏറ്റവും ശക്തമായിട്ട് നിൽക്കുന്ന ഇടതുപക്ഷമാണ്. പല സ്ഥലത്തും കേരളത്തിൽ തന്നെ കോൺഗ്രസ് എടുക്കുന്ന സമീപനം എന്താ? ഈ LDF ഗവൺമെൻറ് എന്ത് മോശം വന്നോട്ടെ, ജനങ്ങൾക്ക് ആ മോശം വരുന്നതെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. അവർ ഈ കാര്യത്തിനകത്ത് കുറച്ചുകൂടി കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ളത് കിട്ടാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കാനുള്ള കാര്യത്തിൽ ഒരുമിച്ച് ചേരേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ അല്പം മുൻപ് ഈ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു, 30 രൂപ വർദ്ധിപ്പിച്ചത്. പക്ഷേ ഇത് സഹകരിക്കാൻ കഴിയില്ല എന്ന് മില്ലുടമകൾ അറിയിച്ചതായി ഭക്ഷ്യമന്ത്രി പറയുന്നുണ്ടല്ലോ. അതിനെ എങ്ങനെ നമ്മൾ മറികടക്കും? മില്ലുടമകളുടെ ഒരു ചർച്ചയുണ്ടായിരുന്നു ഇന്നലെ. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പങ്കെടുത്തു. മില്ലുടമകൾ പറ്റുന്നില്ല എന്ന് തീർത്ത് പറഞ്ഞില്ല, അവർ ചില കാര്യങ്ങൾ പറയുന്നതെന്ന് ഞാൻ കേട്ടത്. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, മില്ലുടമകൾ എടുക്കുന്ന സമീപനം കേരളത്തിലെ സർക്കാരിനെ വെല്ലുവിളിക്കുന്നതാണെന്നല്ല ഞാൻ പറയുന്നത്. കേരളത്തിലെ കൃഷിക്കാരോടുള്ള വെല്ലുവിളിയാണ്. അത് ഇച്ചിരി അതിര് കടന്നു പോകുന്നുണ്ട്. കാരണം ഹൈക്കോടതിയിൽ ഒരു കേസ് പോയി, മില്ലുടമകളുടെ തന്നെ ആളുകൾ പോയി കേസ് കൊടുത്തു. കേരളത്തിൽ ഔട്ട് ആൻഡ് റേഷ്യോയുടെ ഇഷ്യൂ ആണ്. 68% 100 കിലോ നെല്ല് കുത്തിയാൽ 68 കിലോ അരി കിട്ടണം. ഇതാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു യാഡ് സ്റ്റിക്ക്. ഇവിടെ 64 രൂപയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. കാരണം ഇവിടെ വെള്ളം കയറി അങ്ങനെ നേരത്തെ ചില തർക്കങ്ങളുണ്ടായിരുന്നു. അത് മില്ലുടമകളിലെ ആളുകൾ തന്നെ പോയി അവർ തമ്മിലുള്ള തർക്കത്തിൻ്റെ ഭാഗമായി കേസിന് പോയി ഹൈക്കോടതി പറഞ്ഞു 68 പറ്റൂ. പിന്നെ ഞങ്ങൾക്കത് കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ കഴിഞ്ഞ 2 വർഷമായിട്ട് 68 വെച്ചാണ് എടുത്തുകൊണ്ടിരുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് സമയമാണ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്, അത് കഴിഞ്ഞ് അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് പോവാണ്. ഇപ്പോൾ ഈ സമയത്ത് എന്ത് ബ്ലാക്ക് മെയിലിംഗ് നടത്താവുന്ന തരത്തിലേക്ക് ഒരു മില്ലുടമകളും പറയാൻ പാടില്ല. കാരണം അവർ ചെയ്തുകൊണ്ടിരുന്നതാണിത്. ഇതിൻ്റെ ഫലമായിട്ട് എന്താ? ഞങ്ങൾ 30 രൂപ ഇപ്പോൾ കൊടുക്കാൻ തീരുമാനിച്ചാൽ, ഇപ്പോൾ തൊട്ട് 30 രൂപയാണല്ലോ, 30 രൂപ കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ കൃഷിക്കാരന് അത് കിട്ടണമെങ്കിൽ ഇവർ നെല്ലെടുത്താലേ പറ്റൂ. ഇവർക്ക് കൃഷിക്കാർ ഈ നെല്ല് പിന്നെ സർക്കാർ ഏറ്റെടുക്കുന്നില്ലെങ്കിൽ ഇവർക്ക് വില കുറച്ച് മേടിക്കാം. ഏറ്റവും നല്ല സീസണിൽ വില കുറച്ച് മേടിച്ചാൽ 21-22 രൂപയ്ക്കൊക്കെ അവർ മേടിക്കാനാണ്. അപ്പോൾ മില്ലുടമകളുടെ ആ താല്പര്യമൊക്കെ മനസ്സിലാക്കി തന്നെ ജനങ്ങൾ പ്രതികരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അതേസമയം ഈ വെല്ലുവിളിയുടെ മുന്നേ കീഴടങ്ങുമെന്നല്ല, എന്നാലും ഭക്ഷ്യവകുപ്പ് അക്കാര്യത്തിൽ ഇടപെടുന്നുണ്ട്. ഇതൊരു ശരിയായ രീതിയല്ല അവർ ചെയ്തത്. ഇന്നലെ മുഖ്യമന്ത്രി ഇതിനായിട്ട് കഴിഞ്ഞ ദിവസം എറണാകുളത്ത് യോഗം വിളിച്ചപ്പോൾ മില്ലുടമകൾക്ക് അറിയിപ്പ് പോയിരുന്നില്ല. അപ്പം മില്ലുടമകളുമായിട്ട് ചർച്ച ചെയ്യണം മുഖ്യമന്ത്രി എന്നുള്ളത് കൊണ്ട് തന്നെ മുഖ്യമന്ത്രി തന്നെ പ്രത്യേക സമയത്ത് ഇന്നലെ രാവിലെ ഞങ്ങൾ വിളിച്ചു. ഇതുവരെ ഇല്ലാത്ത തരത്തിൽ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ 3-4 വർഷമായിട്ട് നമുക്ക് ഉള്ള ചില പ്രശ്നങ്ങളുണ്ട് അവരുമായിട്ട്, അതെല്ലാം തീർത്തു. സാമ്പത്തികമായി നല്ല വ്യത്യാസം വന്നെന്ന് മാത്രമല്ല, ഏകദേശം ഈ പുതിയ ഇവരുമായി ചെയ്യാമെന്ന് പറഞ്ഞനുസരിച്ചിട്ട് 1.5-2 രൂപ വരെ 1 കിലോ നെല്ലിന് അധികമാവുന്ന തരത്തിലേക്കുള്ള ബാധ്യതയാണ് വരുന്നത്. അപ്പോൾ അത്രയും വന്നിട്ടും ഈ കാര്യം തീർക്കാൻ നിൽക്കുന്നില്ല എങ്കിൽ കുറച്ച് കഷ്ടമാണ് കാര്യമെന്ന് എനിക്ക് പറയാനുള്ളൂ. ബാക്കി സിവിൽ സപ്ലൈസ് മന്ത്രി അക്കാര്യത്തിൽ ബന്ധപ്പെടുന്നുണ്ട്. ഇന്നലെ വൈകിട്ട് അദ്ദേഹം സംസാരിച്ചിരുന്നു. ഇവരിങ്ങനൊരു സമീപനം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ചർച്ച ചെയ്ത് തീർക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നു. എന്തായാലും ഇത്രയും കഴിഞ്ഞ വർഷം കിട്ടിയതിനേക്കാളും ഇത്രയും വ്യത്യാസം വന്നിട്ടും ഇത് പറയുന്നു എന്ന് പറഞ്ഞാൽ അത് സർക്കാരിനെയും കൃഷിക്കാരെയും അവർ ഗൺ പോയിന്റ് നിർത്തുന്ന പോലെ പെരുമാറുകയാണ്. അതൊരിക്കലും നല്ലതല്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. ശരി, വളരെ നന്ദി മാതൃഭൂമി ന്യൂസിനൊപ്പം ചേർന്നതിന്, ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും അഭിപ്രായങ്ങളും പങ്കുവച്ചതിന് വളരെ നന്ദി. നല്ല ദിവസം ആശംസിക്കുന്നു.